നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരഭിമുഖീകരിക്കുന്ന ഒട്ടേറെ വെല്ലുവിളികളും ഭീഷണികളും ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ രംഗപ്രവേശം. എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ ജനങ്ങളെ വിശ്വസിക്കുന്നു. ഇന്ന് ചെറുപ്പക്കാർക്ക് എന്താണ് ആവശ്യം? അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ക്രമക്കേടിൻ്റെയും തട്ടിപ്പും വെട്ടിപ്പിൻ്റെയും ഒരു രാഷ്ട്രീയത്തെ അവർ അംഗീകരിക്കുന്നില്ല. കേരളത്തിലും ഒരു മോഡിയുടെ രാഷ്ട്രീയം ഉണ്ടാവും. കൈക്കൂലി വാങ്ങിച്ചും അഴിമതി നടത്തിയും മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താവൂ. അപ്പം അതിന് മാറ്റം വരുത്തിയത് മോഡിയാണ്. തീർച്ചയായിട്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അത് നടപ്പിലാക്കുകയും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് ചെയ്തു കൊടുക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചൊരു വ്യക്തി, ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് സ്വന്തമായിട്ടൊരു വീട് പോലും വേണമെന്നൊരു ചിന്തയില്ലാണ്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, അതാണ് കുമ്മനം രാജശേഖരൻ. ഇന്ന് നമ്മളോടൊപ്പം കുമ്മനം രാജശേഖരനുണ്ട്. ഇലക്ഷൻ വിശേഷങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നേക്കുന്നത്. അപ്പോൾ സാർ വെൽക്കം. സാർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് അതിനു വേണ്ടി ഒരു പ്രചോദനം ഉണ്ടായത്? നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരഭിമുഖീകരിക്കുന്ന ഒട്ടേറെ വെല്ലുവിളികളും ഭീഷണികളും പരിഹരിക്കപ്പെടാതെ പോകരുത്, അതിനാരെങ്കിലും ഇറങ്ങിത്തിരിക്കണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമായപ്പോഴാണ് എന്നാലാകാവുന്നത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത്. നാടിൻ്റെ ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ വളരെ ഞെട്ടലുളവാക്കുന്ന ഭീതിജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ്. ഒരു പൊതുപ്രവർത്തനത്തിലൂടെ, ഒരു സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ എല്ലാ രംഗത്തും ഒരു മാറ്റം വരുത്തി ആത്മാർത്ഥമായ, സത്യസന്ധമായ, മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ രംഗപ്രവേശം ചെയ്തത്. BJPയുടെ തലസ്ഥാന നായകൻ എന്നാണ് സാർ അറിയപ്പെടുന്നത്. അപ്പം തലസ്ഥാനത്ത് നിൽക്കാതെ ഇപ്പം ആറന്മുള തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ മത്സരിക്കണം, ഇന്ന സ്ഥാനം വേണം, ഇന്ന അസംബ്ലി മണ്ഡലം വേണം എന്നൊന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പാർട്ടി നിശ്ചയിക്കുന്നതാണ്. പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, എല്ലാ നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണ്. അതനുസരിക്കുക എന്നുള്ളതാണ്. ആറന്മുളയെങ്കിൽ ആറന്മുള. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിടത്ത് തന്നെ മത്സരിച്ച് അടങ്ങൂ എന്നുള്ള വാശിയൊന്നുമില്ല. ജനങ്ങളാണ്, എവിടെയായിരുന്നാലും ജനങ്ങളാണ്, ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ ജനങ്ങളെ വിശ്വസിക്കുന്നു. അവരിൽ ഞാനുണ്ട്, എന്നിൽ അവരുണ്ട്. അതുകൊണ്ട് ആ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഏത് മണ്ഡലം പാർട്ടി തീരുമാനിച്ചു. നിയമസഭാ ഇലക്ഷനൊക്കെ വരുമല്ലോ, ഇപ്പോൾ സാറിൻ്റെ പ്രചരണ രീതിയൊക്കെ എങ്ങനെയാണ്? പുതിയ യങ്സ്റ്റേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പ്രചരണ രീതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഒന്നാമത് ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ പ്രചരണ പരിപാടികൾ ആവിഷ്കരിച്ച് അവരെ ആകർഷിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ. ഇന്ന് ചെറുപ്പക്കാർക്ക് എന്താണ് ആവശ്യം? അവർക്ക് ഈ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ക്രമക്കേടിൻ്റെയും തട്ടിപ്പും വെട്ടിപ്പിൻ്റെയും ഒന്നും ഒരു രാഷ്ട്രീയത്തെ അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് വേണ്ടത് സംശുദ്ധമായ മോഡിയുടെ രാഷ്ട്രീയമാണെന്ന് യുവാക്കൾ ഇഷ്ടപ്പെടുന്നു. കേരളത്തിലും ഒരു മോഡിയുടെ രാഷ്ട്രീയം ഉണ്ടാവണം, അതാഗ്രഹിക്കുന്നവരാണ്. കാരണം മോഡി പൊതു രാഷ്ട്രീയ രംഗത്ത് ഒരു പൊളിച്ചെഴുത്ത് നടത്തി. കൈക്കൂലി വാങ്ങിച്ചും അഴിമതി നടത്തിയും മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താവൂ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒരു തൊഴിലാണ്, അത് ഒരു കച്ചവടമാണ്, അതൊരു വാണിജ്യ വ്യാപാര അധിഷ്ഠിതമായ ഒരു പ്രക്രിയയാണ് എന്നൊക്കെ ഉള്ളൊരു കരുതൽ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കീഴ്വഴക്കവും ഒക്കെ കണ്ടു വളർന്ന രാഷ്ട്രീയ രംഗമാണ്, രാഷ്ട്രീയ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് മാറ്റം വരുത്തിയത് മോഡിയാണ്. അപ്പോൾ കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവണം, കേരളത്തിലും അത് ആവശ്യമാണ്. അപ്പോൾ യുവാക്കൾ ആഗ്രഹിക്കുന്നതാണ്. യുവാക്കൾക്ക് തൊഴിൽ വേണം, വരുമാനം ഉണ്ടാകണം, സ്വന്തം കഴിവ് സ്കില്ല് ഒന്ന് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇടമുണ്ടാകണം. അപ്പോൾ യുവാക്കൾക്ക് ഇടങ്ങളുണ്ടാകുക എന്നുള്ളതാണ് ആവശ്യം. സ്പേസ് ഉണ്ടാകണം, അതുണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് വളരെ വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലും അത് വളരെ വ്യക്തമാണ്. യുവാക്കൾ ധാരാളമായി രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും അവസരത്തിനൊത്തുയർന്ന് അവരെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് ഒരു ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്.
ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതിന് ഈ യങ്സ്റ്റേഴ്സിന് ഇപ്പോ ഈ പാർട്ടിയോടൊന്നും വലിയ താല്പര്യം ഇല്ല. കാരണം നമ്മളെ കഴിഞ്ഞ ഭരണം കാരണമായിരിക്കാം മേ ബി. അപ്പം ഈ BJP വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരിപ്പോ നെഗറ്റീവായിട്ട് ചിന്തിക്കത്തില്ല, ഇതൊക്കെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സാർ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ അവരെ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി? തീർച്ചയായിട്ടും കൊണ്ടുവരാൻ കഴിയും. അവർ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം അഴിമതി രാഷ്ട്രീയം, നിഷിദ്ധ രാഷ്ട്രീയം ഇതൊക്കെ കണ്ടുമടുത്തവരാണ് നമ്മൾ. എന്തിനും ഒരു നെഗറ്റീവ് രാഷ്ട്രീയമാണ്, ഒരു പോസിറ്റീവ് രാഷ്ട്രീയം ആവശ്യമാണ്. ഒരു സർഗാത്മക രാഷ്ട്രീയം, ഒരു ആദർശത്തിൻ്റെ രാഷ്ട്രീയം. അതാണ് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു ഭാവാത്മക രാഷ്ട്രീയം. ജനങ്ങൾക്ക് മുൻപിൽ കാണേണ്ടത് വികസനമാണ്, നാട് വികസിക്കണം എന്നുള്ളതാണ്. അതില്ലാത്തതുകൊണ്ടാണല്ലോ ചെറുപ്പക്കാർ നമ്മുടെ നാട് വിട്ടുപോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രദേശത്ത്, ഈ ആറന്മുള പ്രദേശത്ത് പല വീടുകളിലും പോയി കഴിയുമ്പോൾ ചെറുപ്പക്കാരില്ല, അവരൊക്കെ നാട് വിട്ടുപോവുക. എന്തുകൊണ്ടാണ്? അതിന് ഉത്തരം കണ്ടെത്തണം. അവരെ വിട്ടുപോകാൻ കാരണം അവർക്ക് പ്രതീക്ഷയില്ല. ഇവിടുത്തെ ഈ കാര്യത്തിൽ അവർക്ക് യാതൊരു വിധത്തിലും ഇനി മുന്നോട്ടേക്ക് പോകും, അവർക്കൊരു സ്പേസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർ നാട് വിടുകയാണ്. അപ്പോൾ അവരെല്ലാം നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരിവിടെ നിൽക്കും. ഈ രാഷ്ട്രീയം ആ രീതിയിൽ ചിന്തിക്കണം. ഇവിടെ ഇപ്പം നമുക്ക് കാണുന്നത് എന്താണ്? ഇപ്പം നിയമനങ്ങളാണെങ്കിൽ തന്നെ എല്ലാം പിൻവാതിൽ നിയമനമാണ്. അപ്പോൾ കഴിവുള്ളവർക്ക് എവിടെയാണ് സ്ഥാനം? PSC റാങ്ക് ഹോൾഡേഴ്സ് വെറുതെ നടക്കുകയാണ്. 1ാം റാങ്കും 2ാം റാങ്കും നടക്കുകയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ പിൻവാതിൽ കൂടി നിയമനം നടത്തുകയാണ്. അപ്പോൾ അവരെങ്ങനെ ഇവിടെ കഴിവുള്ളവർക്ക് ഇവിടെ വേണ്ട? സ്വാധീനിക്കാൻ കഴിവ് പണമുള്ളവർ ഏതെങ്കിലും വിധത്തിൽ അഴിമതി നടത്തി കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ ഭരിക്കുന്നവരെ സ്വാധീനിച്ചാൽ ഒരു തൊഴിൽ കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. ഇവിടെ കഴിവുള്ളവർ തങ്ങളുടെ സ്വന്തം സ്കില്ല് പ്രദർശിപ്പിച്ച് ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ നേടിയെടുത്ത് ആത്മസംതൃപ്തിയോടുകൂടി തൊഴിൽ ചെയ്യാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു തൊഴിൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്തരീക്ഷമില്ല. അതുകൊണ്ടല്ലോ കഴിവുണ്ട്, പണമുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ തൊഴിൽ സംരംഭം ആരംഭിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തൊഴിൽ സംരംഭകർക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകണം, അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാവരും അവർക്കൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ഇവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ പൊതുവെ കേരളത്തിൽ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ കിറ്റക്സ് ഒക്കെ തന്നെയാണെങ്കിലും കേരളം വിട്ട് പോയി കഴിഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റം BJP വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാണ് സാർ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വ്യവസായ സംരംഭകർ ഒഴുകുകയാണ്. കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ ഗുജറാത്തിലുണ്ട്. അതാണൊരു കാര്യം. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടുത്തെ സ്വൈരമായി സമാധാനപരമായി ജീവിക്കാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ അഹമ്മദാബാദിലെ ഒരു മലയാളി, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്നാൽ ഇനി കേരളത്തിലേക്ക് വരരുതോ? അദ്ദേഹം പറയും മറുപടി എന്താണെന്നറിയോ? എൻ്റെ 2 പെൺമക്കൾ, അവർ MSc കഴിഞ്ഞു, അവർക്കിനി അടുത്ത ഒരു റിസർച്ച് സ്കോളറായിട്ട് ഇവിടെ ചേർന്ന് ഇനിയും പഠിക്കണം, ഇനിയും മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഒരു തൊഴിലും കൂടി അവർക്കെടുത്ത് രാത്രി 12:30 മണി സമയത്ത് വീട്ടിലേക്ക് അവർ സ്വതന്ത്രമായി റോഡിലൂടെ നടന്നു വരികയാണ്. എനിക്ക് കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? എൻ്റെ പെൺകുട്ടി അവിടെ രാത്രി സമയത്ത് ഒരു കേരളത്തിലെ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരാൻ സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ അഹമ്മദാബാദിൽ താമസിക്കുന്നത്. എനിക്ക് കേരളത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ പെൺപിള്ളേർക്ക് ഒരു സേഫ്റ്റി ഉണ്ടല്ലോ, ഇപ്പം നൈറ്റൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള അതൊരു രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് മാറ്റാൻ പറ്റുമെന്ന് സാധനം തോന്നുന്നു. തീർച്ചയായിട്ടും ആരും മാറിയതല്ലേ? അത് ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലേ മാറേണ്ടേ? അതെ, അത് എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ ഇതിൽ ഇടപെടാത്തതുകൊണ്ടല്ലേ. ഭരണാധികാരികൾ തങ്ങളുടെ കർമ്മം, അവരുടെ ചുമതല നിർവഹിക്കണം. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഇവിടെ ഓരോ ദിവസം ചെല്ലും തോറും ഇതുപോലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ സ്ത്രീപീഡന കേസുകൾ 11,000 കഴിഞ്ഞൊരു വർഷം. ഇവിടെ എങ്ങനെ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റും? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിക്കുകയാണ്. ഇവിടെ എന്നാൽ രോഗം പിടിപെട്ട് ആശുപത്രി പോകാൻ പറ്റുമോ? ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ആശുപത്രി പോകാൻ പറ്റുമോ? ഇതാ തീ പിടിച്ച് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴുകയാണ്. ഓപ്പറേഷൻ മനസ്സുറപ്പിച്ച് ധൈര്യമായിട്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? ഇതൊക്കെയല്ലേ കേരളത്തിൻ്റെ അവസ്ഥ. എങ്ങനെ ഈ കേരളത്തിലേക്ക് ഒരു മലയാളിക്ക് 28 ലക്ഷം ബോംബെയിലുണ്ട് മലയാളികൾ, ഡൽഹിയിലുണ്ട് 32 ലക്ഷം, ഗൾഫിലുണ്ട് 35 ലക്ഷത്തോളം ആളുകൾ. എന്തുകൊണ്ട് ഇവരൊക്കെ വെളിയിലേക്ക് പോയി? അതല്ലേ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ ആറന്മുള മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അധികം NRIs പ്രസിഡന്റാണ്. എന്തുകൊണ്ട് അവരിവിടെയൊക്കെ തൊഴിലില്ലാത്തതുകൊണ്ടല്ലേ അവർ പോകുന്നു? അവർക്കിവിടെ വന്ന് തൊഴിൽ ചെയ്യാൻ തക്ക വിധത്തിലുള്ള സംരംഭങ്ങളും സംവിധാനങ്ങളും അവസരങ്ങളും ഉണ്ടാകണ്ടേ? അതുണ്ടാക്കുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
ഈ ആറന്മുളയ്ക്ക് ഇനി എന്ത് വികസനമാണ് അനിവാര്യമായിട്ടുള്ളതെന്ന് സാറിന് തോന്നുന്നത്? അല്ല, ഒന്ന് ആറന്മുളയ്ക്ക് ഉള്ളത് പൈതൃക സമ്പത്താണ്. അതിനെ എന്തുകൊണ്ട് ആകർഷകമായ ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിക്കൂടാ? എന്തുകൊണ്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കിക്കൂടാ? ഇവിടെ എക്കോ ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ളതാണ്. ആറന്മുള കണ്ണാടി ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു മെറ്റൽ മിററാണ്. ആറന്മുള പള്ളിയോടം വാസ്തുവിദ്യയിലെ ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസമാണ്. ആറന്മുള വള്ളസദ്യ, ഇത്രയധികം ജനങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ ആഹാരം കഴിച്ചിട്ട് പോകുന്നു. അതൊരു ചെറിയൊരു കാര്യമല്ല. ഇതിലൊക്കെ നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനാണ് വരുമാനം കൂടുന്നത്. ഇവിടെ 10,000-കണക്കിന് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി മാറിയാൽ ഗവൺമെൻറ്റിന് റവന്യൂ വരുമാനമല്ലേ? എന്തുകൊണ്ട് കുംഭമേള 2,000 കോടി രൂപ UP ഗവൺമെൻറ് ചെലവഴിച്ചാണ് കുംഭമേള നടത്തി. ഗവൺമെൻറ് വെച്ചാൽ നല്ല റോഡ്, നല്ല രീതിയിലുള്ള എല്ലാവിധത്തിലുള്ള ട്രാൻസ്പോർട്ടിങ് സൗകര്യങ്ങൾ, അവിടെ മലമൂത്ര വിസർജനത്തിലുള്ള സൗകര്യങ്ങൾ, ആഹാരം, ഫ്രീ ആഹാരം കൊടുക്കാനുള്ള സൗകര്യം. പക്ഷേ ഒരു 2,80,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടായി. റവന്യൂ വരുമാനം, ടാക്സ് ഇനത്തിൽ വരുമാനം ഉണ്ടായി. എന്തുകൊണ്ട് അതൊക്കെ ഇവിടെ ചെയ്തുകൂടാ? ഇവിടെ ഇതൊരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്നൊരു കാര്യമാണ്. ആ സ്പിരിച്വൽ എക്കണോമി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിൽ അത് ചെയ്യണ്ടേ? അത് ചെയ്താൽ ഈ ആറന്മുള മാത്രം മതിയല്ലോ ഈ കേരളത്തെ സമ്പന്നമാക്കാൻ. വേറെന്താ ഉള്ളത്? നല്ല മനോഹരമായ ഒരു തെളിനീര് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പമ്പാ നദി പുണ്യനദിയാണ്. മണിമലയാർ, അച്ചൻകോവിലാർ, ഇതെല്ലാം ഇതിൻ്റെ പരിസരത്തൂടെ തഴുകി ഒഴുകുന്ന ഒരു ഭൂപ്രദേശം. നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം, കൃഷി എല്ലാ രംഗത്തും എല്ലാം കാണാനും കേൾക്കാനും കഴിയുന്ന എന്തെല്ലാം ഇവിടെയുണ്ട്. നല്ലൊരു ശില്പഗ്രാമമാക്കാം, ക്രാഫ്റ്റ് വില്ലേജ് ആക്കാം, ഹെറിറ്റേജ് വില്ലേജ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതൊക്കെ സാറിന്റെ പ്ലാനിങ്ങിലുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആറന്മുള വള്ളസദ്യ കഴിച്ചിട്ടുണ്ടോ സാർ? ഓ, പിന്നെന്താ, എല്ലാ വർഷവും വരുന്നുണ്ട്. ഓ, എവിടെ ഉണ്ടെങ്കിലും ആറന്മുള വള്ളസദ്യ വരും, വള്ളം കളിക്ക് വരും. ഞാനിങ്ങനെ സാറിന്റെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ അന്വേഷിച്ച സമയത്തേ, സാറിന് സ്വന്തമായിട്ട് വീടില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ ജീവിതം മാറ്റി വെച്ചൊരു വ്യക്തിയാണ്, പാർട്ടി ഓഫീസിലൊക്കെ കിടന്ന് ഉറങ്ങുന്നത്, അത്രയും എളിമയുള്ള ഒരു മനുഷ്യനാന്നൊക്കെയാ ഞാൻ കേട്ടെ. സത്യമാണോ? സത്യമാണല്ലോ, കേട്ടതൊക്കെ സത്യമാണ്. അപ്പൊ നോമിനേഷൻ കൊടുക്കുമ്പോ ഇത് സ്വത്തൊക്കെ കൊടുക്കണല്ലോ. അതിൻ്റെ അകത്ത് എൻ്റെ വീടൊന്നുമില്ല, ആകെ 10-20 സെന്റ് സ്ഥലമുണ്ട്. അച്ഛനായിട്ട് തന്നതാണ്, അതവിടെ കിടപ്പുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ള കുടുംബം? ഞാൻ ബാച്ചലറാണ്. ഞാൻ സംഘത്തിന്റെ പ്രചാരകനാണ്. എന്ന് വെച്ചാൽ വീട് വിട്ടിറങ്ങി മുഴുവൻ സമയം പ്രവർത്തിക്കുന്നത്. 87-ൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രാജിവെച്ചതാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്താണോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോട്ട് വന്നത്? അതെ, ഞാൻ പൊതുപ്രവർത്തനത്തിലായിരുന്നു. ആ സമയത്ത് നാട്ടിലെ റോഡ് നന്നാക്കാൻ, സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ, ഇങ്ങനെ നാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. BJP-യിലോട്ട് വരാനുള്ള കാരണം 87-ലാണ്. അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റായി, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി, ഗവർണറായി, ഇപ്പോഴും നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഈ 87-ലൊക്കെ BJP ഭരണം അത്രയ്ക്ക് അങ്ങോട്ട് പ്രശസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തില്. അപ്പൊ ആ സമയത്തൊക്കെ സാറ് വരണമെങ്കിൽ സാറിന്റെ പിന്നിൽ ആരെങ്കിലും വേണമല്ലോ ഒന്ന് പുഷ് ചെയ്ത് വിടാനായിട്ട്. ഞാൻ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി, അന്ന് BJP ഇവിടെ ആയിട്ടില്ല. പക്ഷേ BJP ആയതിനു ശേഷം ഞാൻ സംസ്ഥാന പ്രസിഡന്റായി 2016, 15-16 കാലത്താണ് പ്രസിഡന്റാകുന്നത്. സാമുദായിക സംഘടനകൾക്ക് ഇപ്പം വേണ്ട വിധത്തിലുള്ള പരിഗണന കിട്ടുന്നില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ സാർ ഇപ്പം വരുവാണെങ്കിൽ അതിനുള്ള എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്? എല്ലാ സമുദായങ്ങളും ഇപ്പോൾ അസ്വസ്ഥരാണ്. അവർക്ക് അവരുടെ കാരണം ഓരോ സമുദായങ്ങളും ജാതികളും ഉണ്ടാകുന്നതിനൊരു കാരണമുണ്ട്. അവർ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളുണ്ട്, വിശ്വാസ സങ്കല്പങ്ങളുണ്ട്, തൊഴിലുണ്ട്, കലകളുണ്ട്. ഇതൊന്നും ഇന്ന് പരിരക്ഷിക്കപ്പെടുന്നില്ല. ഒരു സമുദായത്തിൻ്റെയും അവർ പരമ്പരാഗതമായി കാത്തു സൂക്ഷിച്ചു വന്നിരുന്ന വിശ്വാസങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ കൈത്തൊഴിലുകളും നഷ്ടപ്പെട്ടു അല്ലേ? ഇവിടെ നെയ്ത്തായിരുന്നാലും കൈത്തറിയായിരുന്നാലും അതുപോലെ കശുവണ്ടി, കയറ്, മൺപാത്രം എന്ന് വേണ്ട ഈ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തൊഴിലും ഉണ്ടായിരുന്നു. ഓരോ ജാതി വിഭാഗം ഉണ്ടായിരുന്നു. ഇന്ന് ഈ തലമുറ അതൊന്നും ചെയ്യുന്നില്ല. കാരണം ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? വിശ്വകർമ്മജർ ചെയ്തുകൊണ്ടിരുന്ന പണി ഇപ്പോൾ അവർക്ക് ഉണ്ടോ? ഇല്ല. അവരൊക്കെ എല്ലായിരുന്നു ഇവിടുത്തെ ഏത് നിർമ്മാണ പ്രവർത്തന മേഖലകളിലുണ്ടായിരുന്നു. പരമ്പരാഗതമായി കിട്ടിയ അറിവാണ്, കഴിവാണ്, ഇതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു.
ഈശ്വരനഗരൊക്കെ വാസ്തവത്തിൽ പട്ടിണിയാണ്. കൈത്തറി മേഖല ഇതിലുണ്ടായിരുന്ന ഒരു വലിയ ജനവിഭാഗമാണ്. ഇന്ന് അവരുടെ തൊഴിൽ നിൽപ്പേടാണ്. അപ്പോൾ അവർക്ക് തൊഴിൽ, പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പറയുക സാമ്പവ സമൂഹം, പട്ടികജാതി വിഭാഗക്കാരാണ്. അവർ ഈറ്റ എടുത്ത് കൊട്ടയും വട്ടിയും ഒക്കെ നെയ്ത് ജീവിച്ചിരുന്നവരാണ്. ഇനിയിപ്പോൾ അതെവിടെ ഉള്ളത്? ഒന്നുമില്ല. അങ്ങനെ പരമ്പരാഗതമായി ചെയ്തിരുന്ന എല്ലാ തൊഴിലുകളും നഷ്ടപ്പെട്ടു. അത് പട്ടിണിയിലായി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ജാതി വിഭാഗങ്ങളോട് കാണിക്കുന്ന അന്യായം, അനീതി, ഇതെല്ലാം ഇതിൽ അമർഷമുള്ളവരും ഉത്കണ്ഠയുള്ളവരുമാണ്. ഭാരതീയ ജനതാ പാർട്ടി NDA നിശ്ചയിച്ചിരിക്കുന്നത് ഈ സമൂഹത്തെ ഉണർത്തി, ഉയർത്തി, വളർത്തി, വികസിപ്പിച്ചു കൊണ്ടുവരിക. അവർക്ക് ആവശ്യമായിട്ടെല്ലാം ചെയ്തു കൊടുക്കുക. അപ്പോൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും, അവരുടെ കഴിവ് വികസിക്കും, അവർക്ക് തൊഴിലാകും, അവർ രക്ഷപ്പെടും, അവർക്ക് സാമ്പത്തികമായ ഒരു ഭദ്രത കൈവരിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ ഇതായിട്ടുള്ള ഒരു ശാക്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, തൊഴിൽ സംരംഭങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പലതിലും വയ്ക്കുന്ന നല്ല ഒരു പദ്ധതിയാണ് BJP മുന്നോട്ടേക്ക് വെക്കുന്നത്. തീർച്ചയായിട്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അത് നടപ്പിലാക്കും. എല്ലാ വിഭാഗം ഈ സമുദായങ്ങളും തൊഴിലടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞ് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് ചെയ്തു കൊടുക്കും. അപ്പൊ സാറിന്റെ നല്ല മനസ്സ് ആറന്മുളക്കാർക്ക് മനസ്സിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. വിജയാശംസകൾ നേരുവാണ്. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. നമസ്കാരം.